സമയം 6 മണി. ഇത് നമ്മൾ ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം രാവിലെ 6 മണിക്ക് നമ്മൾ ദൊഡ്ഡപേട്ട പീക്കിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. ഈ ദൊഡ്ഡപേട്ട വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കും ഞാൻ ആദ്യമായിട്ട് പോവാണ്. നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകാൻ വേണ്ടി അവിടെ നല്ല തിരക്കാകുമ്പോഴേക്കും നമുക്ക് വേഗം എത്താമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അവിടുന്ന് തൊട്ടപേട്ട പീക്കേക്ക് ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായുള്ളൂ. നമ്മളങ്ങനെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ 6:30 അവിടെ എത്തി. നോക്കുമ്പോൾ 8:30 അത് ഓപ്പൺ ആക്കുള്ളൂ. അത് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കുറച്ചും കൂടെ ഹൈറ്റിലായിട്ട് നല്ല ടീ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോയി. തണവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര തണവായിരുന്നു. കൂടാതെ മഴയുണ്ടായിരുന്നു. പിന്നെ ഹൈറ്റ് കൂടും തോറും ഭയങ്കരമായിട്ട് ഫോഗും, നമുക്ക് അപ്പുറത്തൊരാളെ നിൽക്കണത് കാണില്ല, അത്രയും മൂടി കെട്ടിയിട്ടായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ഏതെങ്കിലും ഭംഗിയുള്ള വ്യൂ പോയിൻ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോവായിരുന്നു. തേയിലത്തോട്ടം കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തി കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത്. ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങനെ നിൽക്കണ്ട, അതിൻ്റെ ഉള്ളിൽ പുലി ഉണ്ടാവാറുണ്ട്. കുറച്ച് മുന്നേ കുറച്ച് പ്രായമായ ഒരു ലേഡിനെ പുലി പിടിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അത് കേട്ടേ പിന്നെ നമ്മൾ അവിടെ നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് പോന്ന് കുറച്ചും കൂടെ മേളിലോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോയി. ഭയങ്കര ഫുള്ളായിട്ട് ഇങ്ങനെ ഫോഗ് മൂടി കിടക്കുമായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇങ്ങനെ മേലേക്ക് കയറി പോകും തോറും ആരെയും കാണില്ല. ചിലപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ടാവാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ കൃഷി സ്ഥലങ്ങളായതുകൊണ്ട് വീടുകളില്ല ഈ ഭാഗത്ത്. പിന്നെ ലേബർ ക്യാമ്പ് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാമ്പല്ല, ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ചെറിയ ചെറിയ വീടുകൾ, അതും കുറേ ഡിസ്റ്റൻസിലാണ്. ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് കുറേ കഴിഞ്ഞ് വേറൊരു സ്ഥലത്താണ് അങ്ങനെ വീടുകളുള്ളൂ. അപ്പോൾ അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് പിന്നെ അപ്പോൾ നമ്മൾ പോണ വഴിയിൽ റോഡിൻ്റെ സൈഡിലുണ്ട് ഒരു കാട്ടുപോത്ത് നിന്ന് പുല്ല് കഴിക്കുന്നത്. അപാര സൈസായിരുന്നു, ഭയങ്കര സൈസ്. നമുക്ക് അതിൻ്റെ റോഡിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ താഴ്ചയാണ്. പിന്നെ അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കുറച്ച് പേടിയിട്ട് കുറച്ച് നേരം നമ്മൾ നിർത്തിയിട്ട്, പിന്നെ ആൾ സൈസൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ അഗ്രസീവ് ഒന്നുമില്ല, കുഴപ്പമുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നിന്നിട്ട് വണ്ടി എടുത്ത് പോയി. ഹായ് പോലോ. ഹായ്. ആ തോട്ടത്തിൻ്റെ ഒരു ടോപ്പിലായിട്ടൊരു വീടുണ്ടായിരുന്നു. നമ്മളവിടെ പോയി നോക്കുമ്പോൾ നല്ല അടിപൊളി പൂക്കൾ, ഞാനിതുവരെ കാണാത്ത ടൈപ്പ് പൂക്കൾ, അതുപോലെ പുതിന, ബംഗാളി ഫാമിലി ആയിരുന്നു. നല്ല ഭംഗിയിൽ എന്താ പറയുക, റോസുകൾ, വെറൈറ്റീസ്, ശരിക്കും സൺഫ്ലവർ പോലത്തെ വെള്ള കളറുള്ള പൂക്കൾ. അതൊക്കെ കണ്ടപ്പോൾ ഞാനവിടെ നിർത്തി അവരടുത്ത് പോയി അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്ന് റോസിൻ്റെ കമ്പും പുതിനയുടെ തയ്യും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലെ റോസിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര സൈസും നല്ല കളറും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പൂക്കളും ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടില്ലല്ലോ. പിന്നെ നല്ല സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ, നമുക്കത് പറയാതിരിക്കാൻ വയ്യ. കാരണം എത്ര വലിയ ആൾക്കാരാണെങ്കിലും പാവപ്പെട്ട ആൾക്കാരാണെങ്കിലും നമ്മളെ ചെല്ലുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ
നമ്മളെ റിജക്റ്റ് ചെയ്യണമെന്നൊക്കെ അത് അവരുടെ ഇഷ്ടമല്ലേ. എന്നാലും അവർ നല്ല രീതിക്ക് നമ്മളെ വെൽക്കം ചെയ്ത് എല്ലാ ചെടികളും പൊട്ടിച്ച് തന്ന്. അപ്പം ഞാൻ അവരെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോന്നു. ചെറിയൊരു ഷീറ്റ് അടിച്ച ഒരു വീടാണ്, പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ചെടികളായിരുന്നു. ഇനി ലൈഫിൽ നമ്മൾ അവരെ കാണുമോ കാണില്ല എന്നൊന്നും നമുക്കറിയില്ല. ഇനി ഊട്ടിയിൽ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരവിടെ ഉണ്ടാവണമെന്നില്ല. കാരണം അവരങ്ങനെ പെർമനൻ്റ് ആയിട്ട് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത അങ്ങനത്തെ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറേ നാൾ കഴിഞ്ഞാലും ഇതൊരു ഓർമ്മയായിട്ട് അങ്ങനെ ഞാൻ എടുത്തു വെച്ചതാണ് ഒരു ഫോട്ടോ. നമ്മൾ തിരിച്ചു വരുമ്പോഴും കാട്ടുപോത്ത് ആ സൈഡിൽ നിന്ന് പുല്ലൊക്കെ തിന്ന് ആരും ഉപദ്രവിക്കാണ്ട് സൈലൻ്റായിട്ട് നിന്ന് പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സമയം 8:30 കഴിഞ്ഞ് നമ്മൾ ദൊഡ്ഡപേട്ട പീക്കി പോവാണ്. ഇനി എന്തായാലും അവിടെ പോയിട്ട് കാണാം.